ഇപ്പോൾ 0 to 40 lakhs വരെ നീ ഡ്രൈവ് ചെയ്ത്. ഓക്കെ, മീൻസ് ആ ജേണിയിൽ ഞാനും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊന്നുമില്ല. OKR ഇല്ല, മിനി CEO ഇല്ല, ഒരു കോപ്പും ഇല്ല, ഒന്നുമില്ല. ഇത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ആൻഡ് വാട്ട് ഓൾ ഡിഡ് യു ഡു? എന്തൊക്കെയാണ് ചെയ്തത്? ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്തത് പിന്നെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് എത്താൻ? ഡിഡ് യു ട്രെയിനേഴ്സിനെ ഹയർ ചെയ്തോ, അല്ലെങ്കിൽ കോച്ചസ് വേറെ വന്നിരുന്നോ? വാട്ട് എക്സാക്ട്ലി ഹാപ്പൻഡ്? ഹൗ ഡിഡ് യു ഫിഗർ ദിസ് ഔട്ട്? ഒന്ന്, ഞാൻ പണ്ട് മുതലേ ഞാൻ ഇപ്പം ഷബാങ് പറഞ്ഞല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഉറ്റുനോക്കുന്ന ഒരു ഏജൻസിയാണ്. അപ്പം പണ്ട് മുതലേ ഇവരെ കൂടെ ഒക്കെ ഐ യൂസ് ടു നെറ്റ്വർക്ക് ടോക്ക് എന്നുള്ളത്, ഷാൻ്റെ കൂടെ ഒരുപാട്. അപ്പം ഇതിലൊക്കെ ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ തലയിലൊരു സാധനം കിട്ടും, ഈ സംസാരത്തിൽ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ. അത് ഞാൻ ഓൾവേസ് ഐ ഹാവ് ട്രൈഡ് ടു ഇംപ്ലിമെൻറ്റ്. പണ്ട് ഷാൻ്റെ ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴാണെങ്കിൽ ഈ പ്രോഫിറ്റ് ഷെയർ എന്നുള്ള ഒരു സംഭവം കിട്ടിയ, അതിൻ്റെ പ്രോഫിറ്റ് ഷെയറിൻ്റെ ഏറ്റവും ബേസിക് മോഡൽ അന്ന് ഞാൻ ചെയ്തിരുന്നു. കറക്റ്റ്. പിന്നെ ഒരു പോയിന്റ് എത്തുമ്പോൾ അത് വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേറെ, പക്ഷേ സംതിങ് വി ഹവ് ഡൺ. കറക്റ്റ്, റൈറ്റ്. അപ്പം ഇപ്പം ഐ ഹാവ് കോച്ച്, മെൻറ്റർ ഉണ്ട്, പിന്നെ നമ്മൾ ഒരു ടീമിൻ്റെ കൂടെ സൈനപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എല്ലാ സ്ഥലത്തും ഞാൻ മെൻറ്റർ വെച്ചിട്ടുണ്ട്. ഇപ്പം ഫിനാൻസ് അല്ല, ഏത് റവന്യൂലാണ് നിങ്ങൾ മെൻറ്റേഴ്സിനെ ഹയർ ചെയ്യാൻ തുടങ്ങിയത്? നമ്മളൊരു ഇപ്പം ഒരു 40 lakhs കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കോച്ചസിനെ ഹയർ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോച്ചുണ്ട്, ഫിനാൻസിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മെൻറ്റർ ഉണ്ട്. ഇപ്പം നമ്മൾ ഇനി ഡൊമൈൻ എക്സ്പെർട്ടീസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ ഇങ്ങനെ കൊണ്ടുവരാമെന്ന് ഇങ്ങനെ പ്ലാനിലുണ്ട്. എങ്ങനെയാണ് ഈ മെൻറ്റേഴ്സിനെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഹൗ ഡു യു ഫൈൻഡ്? ഒന്ന്, നമ്മളെ തോട്ട് പ്രോസസ്സോ അവരെ തോട്ട് പ്രോസസ്സോ അലൈൻ ആവണം. രണ്ട്, നമുക്ക് നമ്മളെ വീക്ക്നെസ് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കണം. അതായത് ഫിനാൻസിന്റെ വീക്ക്നെസ് എന്നുള്ള നല്ല ബോധ്യമുണ്ട്. അപ്പം അവിടെ നമ്മൾ കഴിവുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ, അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ സ്ഥലത്തും നമുക്ക് പറ്റാത്ത കാര്യങ്ങളിൽ കഴിവുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ, അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവർക്ക് ഫ്രീഡം, ഡെസിഷൻ മേക്കിംഗ്, അവരുടെ കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ പിന്നെ അപ്പം അതാണ് ആദ്യത്തെ സംഭവം. നമ്മളെ വീക്ക്നെസ് എന്താ, നമ്മളെ സ്ട്രെങ്ത് എന്താ. അപ്പം പീപ്പിൾ ഈസ് മൈ സ്ട്രെങ്ത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡെപ്ത്, നോൺ ടെക്നിക്കൽ ഈസ് മൈ സ്ട്രെങ്ത്, ടെക്നിക്കൽ വേർഷൻ അതിൻ്റെ അത്ര സ്ട്രെങ്ത് അല്ല. അപ്പോൾ അവിടെ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരാം. ഡൊമൈൻ എക്സ്പെർട്ടീസ്, എനിക്ക് ഇതിൽ നിന്ന് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ലാർജ് ഏജൻസി റൺ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ എങ്ങനെ കൊണ്ടുവരും? ഈ ആൾക്കാരെ എങ്ങനെ കണ്ടുപിടിക്കുക? എങ്ങനെ കൊണ്ടുവരും? ലിങ്ക്ഡിനിൽ മെസ്സേജ് ചെയ്യുക, ദാറ്റ് ഈസി. പിന്നെ ചില കോച്ചിങ്ങിന് ചെയ്യുന്ന ആൾക്കാർക്ക് അവരതേ മോഡൽ ഉണ്ടാവും, പക്ഷെ ചില മെന്റേഴ്സിന് അവരിങ്ങനെ ചെയ്യുന്നൊന്നുണ്ടാവില്ലല്ലോ. ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ വെറുതെ മെസ്സേജ് ചെയ്യുമ്പോൾ അവർ റിപ്ലൈ ചെയ്യുന്ന, കോൾ ചെയ്യുന്ന, നമ്മളിങ്ങനെ ഭയങ്കര ഇങ്ങനെ തലയിൽ വെക്കുന്നതാണ് ചിലപ്പം. അതായത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എല്ലാവരും റിപ്ലൈ ചെയ്യും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കറക്റ്റ്. അപ്പം അവരെ ലിങ്ക്ഡിനിലൂടെ കണ്ടുപിടിക്കുക, ഹു ആർ ദ നമ്മളെ റേഞ്ചിൽ നമ്മളെക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിക്കുക. ഇന്നൊരു 1800 മെമ്പറുള്ള ഏജൻസി ഓണർ എടുത്ത് ഐ എം കോൺസ്റ്റന്റ്ലി ഇൻ ഡിസ്കഷൻ. ഞാൻ ചെയ്തതൊന്നുമില്ല, ലിങ്ക്ഡിനിൽ മെസ്സേജ് അയച്ചു, അവിടെ കണക്ട് ചെയ്യാൻ നമ്പർ വാങ്ങി, ഇപ്പോൾ വാട്സപ്പിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കണം അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യാം, പക്ഷെ യു ഡോണ്ട് ചോദിക്കുക, ആസ്ക്. നമ്മളൊന്നും ലൂസ് ചെയ്യുന്നില്ലല്ലോ. കറക്റ്റ്. അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി ഫിനാൻസ് ആണ് ഒരു ഇത്. അപ്പം നമ്മൾ CFOനെ കൊണ്ടുവന്നു. അപ്പം അതൊക്കെ കൊണ്ടുവന്നിട്ടുള്ള സിസ്റ്റമാണ് ഇത്. അപ്പം ഇതിൻ്റെ ഒരു റിസൾട്ട് വരണമെങ്കിൽ ഇനി ചിലപ്പോൾ ഒരു 1 year കഴിയുമ്പോഴാണ് ഇതൊക്കെ എവിടെ എത്തി എന്നുള്ളത്. ഫങ്ഷനിലായിട്ടുള്ള നമ്മൾക്ക് എല്ലാ മന്തും ഒരു 4 hour മെൻറ്റർ കോച്ചിൻ്റെ കൂടെ വി ഹാവ് എ മീറ്റിംഗ്. അവിടെ മന്ത്ലി 4 hour to 8 hour. അപ്പോൾ അവിടെ എൻ്റെ CCUT ആയിരിക്കും അവിടെ ഇരിക്കാം. അതായത് എനിക്ക് ഗ്രോത്ത് നോക്കാൻ ഒരാളുണ്ട്, ഓപ്പറേഷൻസ് നോക്കാൻ ഒരാളുണ്ട്. അപ്പോൾ അസറാണ് ഓപ്പറേഷൻസ് മൊത്തം നോക്കുക, ആദർശ് ഗ്രോത്ത് നോക്കുന്നുണ്ട്, ദുബായ് മൊത്തം ഷബീർ നോക്കുന്നുണ്ട്. അപ്പം ഇവരെ കൂടെ ഇരുന്നിട്ട് ഐ ആം ഓപ്പറേറ്റിംഗ് ദിസ് കോച്ച്. കോച്ചിൻ്റെ കൂടെ ഞാൻ ഡയറക്റ്റ് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സമയം ഉണ്ടാവില്ല, നടക്കൂല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ മീറ്റിംഗും ഞാൻ ഇരിക്കും. ഐ ട്രൈ ടു എക്സിക്യൂട്ട് ത്രൂ ദം ഉള്ളത് മാത്രമാണ്. അപ്പോൾ അവർക്കാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു എനിക്കൊന്നൊരു 40 lakhs മന്ത്ലി റവന്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയുന്ന ആൾക്കാരെ കോച്ചായിട്ട് ഹയർ ചെയ്യുക. അതായത് ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ ഒരു പോയിന്റ് എത്തുമ്പോഴേക്ക് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെങ്കിൽ അവിടെ എത്തിയ ആൾക്കാർ നമുക്ക് വന്ന് പറഞ്ഞു തരണം. ഇത് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മൾ ഹാർഡ് വേയിൽ പഠിക്കാം. നമ്മളിൽ പൈസ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുവരാം, അവർക്ക് അതിനുള്ള ഫ്രീഡം കൊടുക്കാം, നമ്മളത് അതിനുള്ള സപ്പോർട്ട് മാത്രം കൊടുക്കാം. അപ്പം നമ്മൾ പഠിക്കും. അതാണ് ഏറ്റവും ഈസി. അപ്പം ഞങ്ങളിപ്പം ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് അതാണ്. അവിടെ എത്തിയ ആൾക്കാർ അല്ലെങ്കിൽ അത് ചെയ്ത ആൾക്കാർ മുമ്പ് അവരെ കൊണ്ടുവരാം, ലെറ്റ് ദം ഡു ഇറ്റ്, അവർക്ക് അതിനുള്ള പേയ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കാം.
ആൻഡ് വി ജസ്റ്റ് സപ്പോർട്ട് ദം. ഒരു പോയിന്റ് എത്തുമ്പോൾ എനിക്ക് അല്ല അത് ഇൻഹൗസ് ഹയർ ചെയ്യുന്ന കാര്യമല്ലല്ലോ പറയുന്നത്, കോച്ചായിട്ട് ഹയർ ഇൻ ഹൗസും ഹയർ ചെയ്യാം, കോച്ചായിട്ടും ഹയർ ചെയ്യാം. ഇപ്പൊ ഇൻ ഹൗസ് ഒരു ഏജൻസിനെ ഒരു 50 lakhs to ഒരു 2 crore 3 crore എത്തിയ ഒരാളുണ്ടെങ്കിൽ നമ്മളവർ ഇൻ ഹൗസ് ഹയർ ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ, അവർ ആ സംഭവം ചെയ്യാം എന്നുള്ളത്. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അങ്ങനെ കമ്പനി നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യും. നമ്മളിതൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ വരുന്നത്, നമ്മൾ വീണ് കിട്ടുന്നല്ല. അതെ. അപ്പം ദ ബെസ്റ്റ് വേ ടു ലേൺ ഞാൻ മനസ്സിലാക്കണോടത്തോളം നമ്മളെക്കാളും ഒരു 2 പടി മുന്നില്ല ഒരുത്തനെ ഒന്നെങ്കിൽ ഇൻഹൗസ് എല്ലാ സ്റ്റേജിലും ഇങ്ങനെ ഒരാൾ ഉണ്ടാവണം. ഇപ്പൊ ഈ സ്റ്റേജിൽ എനിക്ക് മനസ്സിലായി ഇനി ഇതിന്റെ അപ്പുറത്ത് കൊണ്ടുപോകാൻ എനിക്ക് ആരെങ്കിലും പറഞ്ഞു തരണം, എനിക്ക് അറിയൂല. അപ്പം ഒന്നെങ്കിൽ ഞാൻ ഹാർഡ് വേ ചെയ്യാം, അല്ലെങ്കിൽ ലെറ്റ് മീ ബ്രിങ് സം വൺ ആൻഡ് ദേ പുഷ് മീ. അവർ വന്നിട്ട് ഇപ്പൊ കോച്ച് വന്നിട്ട് ഞാൻ 1 CR വെച്ചെങ്കിൽ അവർ വെക്കുന്നത് 2 CR ആണ്. അപ്പം അവരങ്ങനെ വെക്കുന്നുണ്ട്. അപ്പം അത് നമ്മളെ ലിമിറ്റേഷൻസിന്റെ കാര്യങ്ങളാണല്ലോ. പക്ഷെ എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലടാ ഈ 100 കോടി ക്ലബ്ബ് കയറി പറഞ്ഞിട്ട്. ഇനി അതൊരു ടാർഗറ്റ് ആക്കണം, 100 കോടി ക്ലബില്ലേ ഫൗണ്ടേഴ്സ്. ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും വാല്യൂഷൻ വെച്ചിട്ടൊന്നും ഞങ്ങൾ ഇതുവരെ നോക്കിയിട്ടില്ല. നിങ്ങളിപ്പോൾ 2 crore ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾ 24 crores ആണ് നിങ്ങൾ ആനുവൽ റവന്യൂ. 24 crores ആണെന്ന് വെച്ചാൽ പിന്നെ ഒരു എന്താ പറയുക, അങ്ങോട്ടും ഇല്ല ഒരു 4x വാല്യുവേഷൻ, ചുമ്മാ വാല്യുവേഷൻ. പക്ഷെ എന്നാലും പിന്നെ ക്ലോസ് ടു 96 crores ആയി വാല്യുവേഷൻ. ഫണ്ടിങ്ങിനെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കാത്തതുകൊണ്ടായിരിക്കാം. That doesn't excite me. What we can only do is how can we reduce that any point of time. You can never make it zero. ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഏതൊരു പോയിന്റിൽ എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സിസ്റ്റംസ് ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് എഫിഷ്യൻസി എങ്ങനെ കൂട്ടാൻ പറ്റും, ക്ലൈൻ ചെയിൻ എങ്ങനെ കുറയ്ക്കാൻ പറ്റും, ഇത് വർക്ക് ആവുന്നില്ല, അപ്പോൾ വേറെ എന്ത് ചെയ്യാൻ പറ്റും. ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യു ഫാസ്റ്റ് ആയിട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യുക. സോ ഇപ്പോൾ ഏജൻസി ബിസിനസ് ചെയ്യുന്ന എനിക്ക് 100ൽ 90 ആളും എല്ലാ പോയിന്റിലും ചിലപ്പോൾ എല്ലാ ക്വാർട്ടറിലും ഇത് നിർത്തിയാലോ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇത് നിർത്തിയാലോ, ഇത് മുന്നോട്ട് നിർത്തിയാലോ എന്നുള്ള ചിന്ത എപ്പോൾ ഒഴിവാകും? അതായത് ഈ ഏജൻസി ഭണ്ഡാരം തുടങ്ങി കുടുങ്ങിയല്ലോ, ആ ഒരു ചിന്ത എപ്പോൾ ഏത് റവന്യൂ സ്റ്റേജിൽ ഇത് പോവും? അത് റവന്യൂ സ്റ്റേജ് അല്ല, അത് ആൻസർ ചെയ്യണമെങ്കിൽ അതായത് ഇഫ് എവറി പ്രോബ്ലം ഇസ് കമ്മിങ് ടു യു, ക്ലൈൻറ്റ് പ്രോബ്ലം ഫ്രം മൈന്യൂട്ട് തിങ് ടു എവറിത്തിങ് എസ് മന്ത്ലി പേ ചെക്ക് കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുക, എല്ലാ പ്രശ്നങ്ങളും നമ്മളെത്തി വരുമ്പോഴേക്ക് ഇതെങ്ങനെയെങ്കിലും ഐ ഡു നോട്ട് വാണ്ട് എന്നുള്ളതല്ല. എപ്പം ആസ് എ ഫൗണ്ടർ ഇസ് ഗോയിങ് ഔട്ട്സൈഡ് ഓഫ് ദിസ് സർക്കിൾ, റൈറ്റ്? ഇന്ന് ആ പ്രശ്നങ്ങൾ ഇല്ല എന്നല്ല പറയുന്നത്, ആ പ്രശ്നങ്ങൾ എൻ്റെ അടുത്ത് എത്തുന്നില്ല. അത് ഫിൽട്ടർ ചെയ്തിട്ട് ഇപ്പം അസറാണ് എല്ലാ ആ പ്രശ്നങ്ങളൊക്കെ എടുക്കുന്നുള്ളത്. ആ പ്രശ്നങ്ങൾ എടുക്കാത്ത സമയത്ത് എനിക്കതൊന്നും വരാത്തപ്പോൾ ഞാൻ എന്താ ചിന്തിക്കുക, ഐ വോണ്ട് ടു ഗ്രോ. വെൻ യു ഹാവ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് അല്ലേ, യു ഫീൽ ലൈക്ക് ഐ ഡു നോട്ട് വോണ്ട് ടു ഗ്രോ. സോ ആസ് എ ഫൗണ്ടർ യുവർ പ്രൈമറി ജോബ് ഇസ് ഫിഗർ ഔട്ട് യുവർ ഏജൻസി പീപ്പിൾ മാനേജ്മെന്റ് ഇൻ എ വേ. ആ ഒരുപാട് പ്രശ്നങ്ങൾ ഡയറക്റ്റ് നിങ്ങളത്തേക്ക് എത്തുന്നതിന് പകരം സിസ്റ്റംസ് ഉണ്ട് എല്ലാത്തിനും. അപ്പം ഇന്ന് ഐ ഫീൽ ലൈക്ക് ഐ വോണ്ട് ടു ഗ്രോ, ഐ വോണ്ട് ടു ഗോ US, ഐ വോണ്ട് ടു ഡു ദിസ്, ഐ വോണ്ട് ടു ഡു ദാറ്റ്, ബിക്കോസ് ഈ പ്രശ്നങ്ങളൊന്നും എൻ്റെ അടുത്ത് എത്തുന്നില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എന്തെങ്കിലുമൊക്കെ വെരി കോറായിട്ടുള്ള പ്രോബ്ലംസ് മാത്രമാണ്. അവിടെ ഒരു ക്ലയൻറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് പ്രോജക്ട് മാനേജ്മെൻറ്റ് എത്തുന്നുണ്ട്, പ്രോജക്ട് മാനേജ്മെൻറ്റ് കഴിഞ്ഞ് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൻ്റെ എത്തുന്നുണ്ട്, ആ ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് അതും റെഡി ആവില്ലെങ്കിൽ പ്രോജക്ട് മാനേജ്മെൻറ്റ് ഹെഡിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് CCOട്ടിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്, എന്നിട്ട് ഇറ്റ് കംസ് ടു me. അപ്പം ഐ ഹാവ് സ്പേസ് ടു ഗ്രോ ദിസ്. അപ്പം എപ്പോഴും ആ പ്രൈമറി പ്രോബ്ലംസ് എൻ്റെ മുമ്പിലേക്കാണ് ത്രോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഓൾവേസ് വിൽ തിങ്ക് വി ഡു നോട്ട് വാണ്ട്. എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുത്തുന്നുണ്ട് സ്മോൾ സ്കെയിൽ ഏജൻസി, ബൊട്ടീക്ക് ഏജൻസി ഓണേഴ്സിൻ്റെ നിന്ന്, പറ്റുന്നില്ല ആരിസ്ക, പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടത്, എൻ്റെ ഡ്രീമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഐ ബീൻ ദർ. ഞാൻ ഇല്ലാതൊന്നും പറയില്ല. ഏജൻസി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാം, പേഷ്യൻസ് പഠിപ്പിക്കും. എനിക്ക് ക്ലയൻസിനോടും ഏജൻസി റൺ ചെയ്യാന്ന് പറയുന്നത് അത്ര ഡിഫിക്കൾട്ടുള്ള ബിസിനസ്സാണ്. സ്കെയിലും പിന്നെ ക്വാളിറ്റിയും ഗ്രോത്തും പീപ്പിളും എല്ലാം ബാലൻസ് ചെയ്ത് പോകാന്നുള്ളതും ഡിഫിക്കൾട്ടുള്ള ബിസിനസ്സാണ്. ആൻഡ് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഒരു ബ്രാൻഡിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതാണ്. അപ്പം ദർ വിൽ ബി ഒരു കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ബട്ട് ഓൾ വി ഗോട്ട് ട്രൈ ഇസ് എങ്ങനെയുള്ള ടീം നമുക്ക് എത്ര ക്വാളിറ്റിയിൽ അവരെ സെർവ് ചെയ്യാൻ പറ്റും, അക്നോളജ് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളെപ്പോഴും വെക്കുന്നത്. ദാറ്റ് ഈസ് ബാക്ക്ഡ് ബൈ ഡാറ്റ. ഡാറ്റ എപ്പോഴും ഉണ്ടാവണം. യു ഹാവ് ടു നോ ദ മെട്രിക്സ് ഓരോ കാര്യത്തിൻ്റെയും. ഇതുണ്ടെങ്കിൽ മാത്രമാണ്
നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് ചിന്തിക്കുക. അല്ലെങ്കിൽ പറയും എനിക്ക് ഒരു 10 ക്ലയൻറ്റ് മതി, എൻ്റെ അപ്പുറത്ത് എനിക്ക് പോകാൻ ആഗ്രഹമില്ല എന്നുള്ളതിലേക്ക് എത്തും. അപ്പം ഞാൻ ഡേ 1 മുതൽ ഐ വോണ്ട് ടു ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി എ ലാർജ് ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിന് കാര്യമില്ലല്ലോ.